ഹലോ ഗൈസ്. അപ്പോൾ കണ്ടിട്ടപ്പോൾ കുറച്ച് നാളായി. എനിക്ക് തന്നെ അറിയാം. വേറൊന്നുമല്ല, ഒന്നാമത്തെ കേസ് ഞാൻ ഈ ഇടയ്ക്ക് അധികം സിനിമയൊന്നും കണ്ടില്ല. ആകെ മന്ദാകിനി മാത്രമാണ് ഞാൻ ഇടയ്ക്ക് കണ്ടത്. അപ്പോൾ അതിൻ്റെ റിവ്യൂ എന്തായാലും ഉടനെ ഇടാം. അപ്പോൾ അതല്ല വേറെ സിനിമയൊന്നും കാണാൻ പറ്റിയില്ല. ഒരു 2-3 പടം കണ്ടിട്ട് റിവ്യൂ ഇടാമെന്നാണ് വിചാരിച്ചത്. ഒന്നും കാണാൻ പറ്റിയില്ല. അപ്പോൾ നോക്കിയപ്പോൾ ഈ ഇടയ്ക്ക് വേറെ കുറേ സിനിമകളുടെ അപ്ഡേറ്റ്സ് വന്നു. അപ്പോൾ അത് വന്നപ്പോൾ പിന്നെ വിചാരിച്ചു ഇനിയിപ്പം അതെങ്കിലും ഇടാം എന്ന് വിചാരിച്ചാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കുറച്ച് നാളത്തെ വീഡിയോ ഒന്നും ഇട്ടില്ല. അപ്പം അതിൻ്റെയൊക്കെ ക്ഷീണം നമുക്കിപ്പോൾ തീർക്കാം. അപ്പോൾ അതിൻ്റെ തുടക്കമായിട്ട് നമ്മുടെ ഇന്ത്യൻ 2-ലെ ഫസ്റ്റ് സിംഗിൾ നമ്മുടെ പാര എന്ന സോങ്ങിൻ്റെ റിവ്യൂ കൊണ്ടായിട്ട് ഞാൻ വന്നേക്കുകയാണ്. അപ്പോൾ എല്ലാവരും അടിച്ചു കയറി വാ. അപ്പോൾ ഫസ്റ്റ് സിംഗിൾ പാര. ആദ്യം പടത്തിനെ പറ്റി ഒന്ന് പറയണമല്ലോ. ഇന്ത്യൻ 2 എല്ലാവർക്കും അറിയാം. പണ്ടിറങ്ങിയ ഇന്ത്യൻ ഫസ്റ്റ് എന്ന കമലഹാസൻ സിനിമയുടെ സെക്കൻഡ് പാർട്ടാണ് ഇപ്പോൾ വരുന്നത്. ശങ്കറാണ് ഡയറക്ഷൻ. പിന്നെ ഇപ്പോഴത്തെ പ്രൊഡക്ഷൻ ചെയ്യുന്ന ലൈക്കയാണ്. പിന്നെ മ്യൂസിക് ചെയ്യുന്ന അനിരുദ്ധാണ്. പഴയ ഇന്ത്യൻ ഫസ്റ്റ് മ്യൂസിക് ചെയ്ത എ ആർ റഹ്മാൻ ആയിരുന്നു. ഇതിൽ അനിരുദ്ധ് രവിചന്ദ്രനാണ് മ്യൂസിക് ചെയ്യുന്നത്. പിന്നെ ഇതൊക്കെ മെയിൻ കാര്യമല്ലോ. പിന്നെ ഇതിൽ കുറേ ശങ്കർ സിനിമ ആകുമ്പോൾ നമുക്ക് ഊഹിക്കാമല്ലോ, കുറേ സാധനങ്ങൾ ഇപ്പോൾ പുതിയതായിട്ട് കാണും. വെറൈറ്റി പല പല സാധനങ്ങളും കാണുമായിരിക്കും. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇപ്പോൾ നമ്മുടെ നെടുമുടി വേണുചേട്ടൻ പുള്ളി മരിച്ചു പോയതുകൊണ്ട് പുള്ളിയുടെ പല സാധനങ്ങളും AI വെച്ച് യൂസ് ചെയ്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിൻ്റെ ചെറിയൊരു ഷോട്ട് അതിൻ്റെ ഫിലിം സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ സിനിമയിൽ നമുക്ക് കാണുമ്പോൾ ബാക്കി മനസ്സിലാക്കാതെ. ഓക്കെ, എന്തായാലും ഇതാണ് എൻ്റെ മെയിൻ കാര്യങ്ങൾ. പിന്നെ ഇനി ഫസ്റ്റ് സിംഗിളിനെ പറ്റി പറയാം. ഫസ്റ്റ് സിംഗിൾ പാര എന്ന സോങ് പാടിയിരിക്കുന്ന അനിരുദ്ധ് തന്നെയാണ്. അനിരുദ്ധും പിന്നെ ശ്രുതികയും ഫീമെയിൽ. ലിറിക്സ് ഇരിക്കുന്ന പാ വിജയാണ് ലിറിക്സ് ഇരിക്കുന്നത്. പിന്നെ ഇതൊക്കെയാണ് മെയിൻ കാര്യങ്ങൾ. ഇനി പാട്ട് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടിപൊളി പാട്ട്, സൂപ്പർ പാട്ട്, ലെവൽ സാധനം. കാരണം എല്ലാവർക്കും ഒരു പേടി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇന്ത്യ ഫസ്റ്റ് എ ആർ റഹ്മാൻ ചെയ്തു. അപ്പം എ ആർ റഹ്മാൻ്റെ അനിരുദ്ധിൻ്റെ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ക്വാളിറ്റി ഭയങ്കര വ്യത്യാസമാണ്. ഒരാൾക്ക് മറ്റൊരാളെക്കാട്ടിയും കൂടുതലെന്നല്ല, രണ്ടുപേരെ രണ്ട് ടൈപ്പ് സോങ്സാണ്. ഇപ്പം അനിരുദ്ധിന് കംഫർട്ടബിൾ ആയിട്ട് നിൽക്കുന്ന കുറേ സോങ് ഒന്നുണ്ട്, എ ആർ റഹ്മാൻ വേറെ ഒന്നുണ്ട്. അപ്പം രണ്ടുപേരെയും വേറെ വേറെ രീതിയാണ് മ്യൂസിക്കിൻ്റെ. അപ്പം എ ആർ റഹ്മാൻ ഓൾറെഡി ക്ലാസിക്കായിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന ഒരു ആൽബമാണ് ഇന്ത്യൻ ഫസ്റ്റിൻ്റെത്. ഇപ്പോൾ പച്ചക്കിളികൾ തോളോട്, അല്ലെങ്കിൽ എന്തുവാണ് ടെലിഫോൺ മണിപ്പോൾ, ഇതൊക്കെ ഭയങ്കര ക്ലാസിക് സോങ്ങുകളാണ്. അപ്പം അത്രയും ക്ലാസിക് സോങ്സ് ഉള്ള ഒരു പടത്തിൽ അനിരുദ്ധ്, അതായത് എ ആർ റഹ്മാൻ നേരെ ഓപ്പോസിറ്റായിട്ടുള്ള ഒരു, നമ്മൾ അങ്ങനെയല്ല, മ്യൂസിക് ചെയ്യുന്ന രീതി വെച്ച് ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്ന വേറെ ഡയമെൻഷൻ നിൽക്കുന്ന ഒരാൾ മ്യൂസിക് ചെയ്യുമ്പോൾ അതെങ്ങനെ ആകും എന്നൊരു പേടി എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷെ ആ പേടി വേണ്ട എന്ന് കാണിക്കുന്ന രീതിയിൽ തന്നെയാണ് ഫസ്റ്റ് സിംഗിൾ വന്നിരിക്കുന്നത്. കിട്ടില്ല പാട്ട് മാത്രമല്ല, ഒരു എ ആർ റഹ്മാൻ ടച്ച് ചെയ്തിരിക്കുന്നു. പൊതുവെ അനിരുദ്ധ് ചെയ്യുമ്പോൾ അങ്ങനെയല്ല. അനിരുദ്ധിൻ്റെ സ്റ്റൈൽ നമുക്കറിയാം. ഒന്നെങ്കിൽ ഒരു കുത്തുപാട്ട് സ്റ്റൈലായിരിക്കും, അല്ലെങ്കിൽ എന്തുവാണ് പുള്ളിയുടെ തന്നെ കുറേ സാധനങ്ങളുണ്ട്, മെലഡിയൊക്കെ പുള്ളിയുടെ വേറൊരു രീതിയുണ്ട്. പക്ഷെ അത് നോക്കാതെ ഇത് എ ആർ റഹ്മാൻ എങ്ങനെയാണ് മ്യൂസിക് ചെയ്യാൻ സാധ്യത ഉണ്ടായിരിക്കുക എന്ന് നോക്കി അങ്ങനത്തെ രീതിയിൽ തന്നെയാണ് ഈ പാട്ട് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല കേൾക്കാനും അടിപൊളിയാണ്, സൂപ്പർ പാട്ട് തന്നെയാണ്. പിന്നെ ഇടയ്ക്ക് തന്നെ ഒരു ഫീമെയിൽ വോക്കൽസ് മറ്റേ ശ്രുതികൾ വരുന്നത് അതൊക്കെ സൂപ്പറായിരുന്നു. ടോട്ടലി വർത്ത് സോങ് തന്നെയാണ്. എന്തായാലും അത് പേടിയൊക്കെ മാറി. എന്തായാലും കിടിലൻ പാട്ട് തന്നെയാണ്, എല്ലാവരും കേട്ട് പോവുക. പിന്നെ ഇതൊരു നെഗറ്റീവായിട്ട് എനിക്ക് പറയാൻ തോന്നിയത്, ഈ പാട്ട് എവിടേക്കും എനിക്ക് KGF ഒരു വൈബ് അടിച്ച്. അതായത് ഈ പാടില്ലേ തൂഫാൻ സോങ്ങിൻ്റെ എവിടെയൊക്കെയോ എനിക്ക് ഒരു ഇങ്ങനെ വന്ന്, അല്ല ബീറ്റ്സ് ആയാലും പിന്നെ ചില BGM പോകുന്ന ആ രീതി ആയാലും എവിടെയൊക്കെ തൂഫാൻ്റെ സ്റ്റൈൽ എനിക്ക് തോന്നി. എന്നും പറഞ്ഞാൽ പാട്ട് മോശമൊന്നുമില്ല, പാട്ട് അടിപൊളി തന്നെയാണ്. പക്ഷേ എവിടേക്കോ, പിന്നെ അനിരുദ്ധാണ് അറിയാമല്ലോ, കോപ്പി അടിക്കാൻ പുള്ളി കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഞാൻ അനിരുദ്ധ് ഫാനാണ്, അതൊക്കെ നമ്മൾ പറയും. ഇന്നലെ ഉള്ളവരാണല്ലോ, കോപ്പി അടിക്കാൻ പുള്ളി കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഇനി അടിച്ച് മാറ്റിയായിരിക്കാം, ചിലപ്പോൾ അല്ലായിരിക്കാം. എന്തായാലും എവിടേക്ക് ഒരു സിമിലാരിറ്റി എനിക്ക് തോന്നി. പക്ഷേ പാട്ട് കേൾക്കാൻ സെറ്റാണ്, അടിപൊളി പാട്ട് തന്നെയാണ്. അപ്പോൾ എന്തായാലും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കേട്ട് നോക്കുക, സൂപ്പർ പാട്ട് തന്നെയാണ്. പിന്നെ വിഷ്വലൈസേഷനും നല്ല ലിറിക്കലാണ്, വേറെ അധികം ഒന്നും കാണിക്കത്തില്ല. പക്ഷേ കാണിച്ചിരിക്കുന്ന വിഷ്വലൈസേഷനും ഒക്കെ സൂപ്പറാണ്. എന്തായാലും ആണ്. അപ്പോൾ എന്തായാലും എല്ലാവരും കണ്ടിട്ടൊക്കെ വരിക. പിന്നെ പടം ഇറങ്ങുന്ന ജൂലൈ 12 തീയതിയാണ്. അവിടെ പടം. അപ്പോൾ ഓക്കെ ബൈ. ബാക്കി സോങ്സിൻ്റെ റിവ്യൂ ഒക്കെ ആയിട്ട് ഞാൻ വരാം.